ഹായ് ഹലോ. ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ കഥ ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോറിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു നീരസമുണ്ട്. അവിടെ ഗൗതമും നന്ദയും നല്ല ഒരു ട്രാക്കിൽ, നല്ലൊരു ലവ് ട്രാക്കിൽ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും പിന്നെ ആ ഇന്ത്യവരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് സീരിയൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അഭിരാമിയുടെയും ആദിത്യന്റെയും വരവ്. അതോടുകൂടി ഗൗതം സത്യങ്ങൾ മറച്ചു വെക്കുന്നതും പിന്നെ അതിന്റെ പിന്നാലെ നന്ദ പോകുന്നതും അതൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകർക്ക് എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇതിന്റെ അഭിപ്രായം എന്താണെന്ന് പ്രേക്ഷകരെ രേഖപ്പെടുത്തുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നന്ദയും പിങ്കിയും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അഭിരാമിയെ കുറിച്ച് ഉള്ള സത്യങ്ങൾ തിരിച്ചറിയുന്നു. ഗൗതമിനെ കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിയുന്ന രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഗൗതമും അഭിരാമിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം. അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും പോലീസോ ആരെങ്കിലും വന്ന് ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് അഭിരാമിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സൂരജിന്റെ കുഞ്ഞ് പിറക്കേണ്ട സമയത്ത് ഒരിക്കലും അത് ഉണ്ടാവത്തില്ല. അവസാനം കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ടെൻഷനാണ് ഗൗതമിന്. അതുകൊണ്ട് തന്നെ മാക്സിമം അവിടെ നിന്ന് അഭിരാമിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത്. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ട് തൻ്റെ റിസ്കിൽ അഭിരാമിയെ കൊണ്ടുപോകാമെന്ന് ഡോക്ടർ എഴുതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഭിരാമിയെ കൊണ്ടുപോകാനായിട്ട് ഗൗതം നേരെ പേപ്പറൊക്കെ ഒപ്പിടാനായിട്ട് അവിടെ റിസപ്ഷനിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ ആ മരുന്നും ബില്ലും കാണിച്ചതിന് ശേഷം ഡിസ്ചാർജ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗൗതം മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് പിങ്കിയും നന്ദയും കൂടി അവിടെ വരുന്നത്. അപ്പോൾ ഗൗതമോ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടില്ല. നന്ദയും പിങ്കിയും വന്നതിന് ശേഷം അവിടെ അഭിരാമി എന്ന് പറയുന്ന ആരെങ്കിലും അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു രേഖകൾ തരാനായിട്ട്, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറയുകയും അവസാനം അഭിരാമിയെ കണ്ടുപിടിക്കാൻ പറ്റാതെ പിങ്കി നന്ദയും കൂടി നിരാശയോടെ നിൽക്കുകയാണ്. ഈ സമയത്ത് നന്ദ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചു പോയാലോ, ചിലപ്പോൾ ഗൗതം സാറ് ഏതെങ്കിലും ജോലിയുടെ കാര്യമായിട്ട് വന്നതാണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിങ്കിക്ക് അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. അവരെന്തായാലും കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു നേഴ്സിനെ കണ്ടത്. അപ്പോൾ അഭിരാമി എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആണ്. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പക്ഷെ അവൾ ഏതോ ഒരു റൂം നമ്പർ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. ഏത് റൂം നമ്പർ ആണെന്ന് ചോദിക്കുമ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്കിക്ക് ചെറിയൊരു വിശ്വാസം വന്നു. അഭിരാമി എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ തന്നെയാണ് അഡ്മിറ്റ്. നേരെ അവര് ആ ഒരു വാർഡിലോട്ട് പോവാണ്. ഈ ഒരു സമയത്ത് അഭിരാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൗതം മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നേരെ അഭിരാമിയെ കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോവാണ്. ഗൗതമും അഭിരാമിയും അവിടുന്ന് പോയതിന് പിന്നാലെയാണ് നന്ദയും പിങ്കിയും കൂടി റൂമിലോട്ട് പോകുന്നത്. റൂമിലോട്ട് പോയ സമയത്ത് അവിടെ ആരെയും കാണാനില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് എന്ന് നന്ദയ്ക്കും പിങ്കിക്കും മനസ്സിലായി. ഇനി എന്തായാലും രക്ഷയില്ല, റിസപ്ഷനിൽ പോയി കാര്യങ്ങൾ തിരക്കേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നേരെ റിസപ്ഷനിൽ വരുന്നുണ്ട്. റിസപ്ഷനിൽ വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ വന്ന് രജിസ്റ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർ കാണിച്ചില്ല. അപ്പോൾ അഭിരാമി എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പിങ്കിയും നന്ദയും ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ ഭീഷണിയുടെ പേരിൽ അവർ ആ ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അഭിരാമി എന്ന് പറയുന്ന ആള് ഭർത്താവ് അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. മോശം കണ്ടീഷനാണ് എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ നിർബന്ധിച്ചാണ് ഈ ഒരു ഡിസ്ചാർജ് വാങ്ങിച്ചത് എന്ന് പറയുകയും ആ ഒരു പേപ്പർ, ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാണിച്ചു കൊടുത്ത പേപ്പറിൽ അവസാനം ഗൗതം എന്ന് പേരെഴുതി ഗൗതമിന്റെ ഒപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒപ്പും പേരും കണ്ടപ്പോഴത്തേക്കും പിങ്കിക്ക് നല്ലതുപോലെ ഉറപ്പിച്ചു. നന്ദയുടെ കയ്യിൽ കൊടുത്തു. നന്ദയ്ക്ക് ആ ഒപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഗൗതമിന്റെ ഒപ്പാണെന്ന്. അപ്പൊ അവർ വിചാരിച്ചതുപോലെ അഭിരാമിയെ ഗൗതമാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയതെന്നും ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള ഒരു കാര്യം നന്ദയ്ക്കും പിങ്കിക്കും മനസ്സിലായി. ഇനി എങ്ങനെയെങ്കിലും അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, എന്തായാലും അഭിരാമി ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്, നമുക്ക് അവിടെ പോയി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗൗതമിനും അഭിരാമിക്കും പിറകെ നമ്മളെ നന്ദയും പിങ്കിയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 30 കിലോമീറ്റർ മാറി മറ്റൊരു ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അഭിരാമിയെ ഗൗതം കൊണ്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അഭിരാമിക്ക് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര മോശം കണ്ടീഷനാണ്.
അതുകൊണ്ട് ഒരുപാട് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് സൂരജിന്റെ കുഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ പിറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഗൗതമിനുള്ളൂ. ഇനിയിപ്പോൾ സൂരജിന്റെ കുഞ്ഞ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂരജിന്റെ പേര് പറയാനായിട്ട് സൂരജിന്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് വേണം, അതിനു വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തും അവിടെ ഗൗതമിനെയും അവിടെ അഭിരാമിയെയും തേടി നന്ദയും പിങ്കിയും നെട്ടോട്ടത്തിലാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൗതം എന്തൊക്കെ വന്നാലും ഇത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴാണെങ്കിലും അവർ സത്യം തിരിച്ചറിയും. ഗൗതമിന്റെ പെട്ടെന്നുള്ള മാറ്റവും സംസാരവും പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ കള്ളത്തരങ്ങളൊക്കെ കാണുമ്പോൾ നന്ദയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ടും സംശയം തോന്നുമെന്ന് ഗൗതമിന് അറിയാം. അങ്ങനെയുള്ള സ്ഥിതിക്ക് നന്ദ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സത്യം കണ്ടുപിടിക്കാൻ പറ്റും എന്നും ഗൗതമിന് അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഫ്രണ്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൗതമിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ എത്രയൊക്കെ തലപോകുന്ന കാര്യങ്ങൾ ആണെങ്കിലും നന്ദയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നന്ദയോട് സത്യങ്ങൾ പറയാമായിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നം ഇതുവരെ എത്തത്തില്ലായിരുന്നു. പക്ഷെ ആ സത്യങ്ങൾ പറയാതെ വീണ്ടും മനസ്സിൽ മറിച്ച് വീണ്ടും ഇന്ത്യവരത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ലാഗടിച്ച് സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ചു നീട്ടി കഥ മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഇപ്പോൾ കഥ പോകുന്നത്. എന്തായാലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം നന്ദയുടെ ആ ഒരു പ്രകടനവും പിന്നെ നന്ദയും അഭിരാമിയെ സഹായിക്കുക, അങ്ങനെ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രംഗങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുമ്പത്തെ പോലത്തെ നമ്മൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയായിട്ട് വരും എന്ന് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. എന്താണെന്ന് അവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, നന്ദയും ഗൗതമും തമ്മിൽ പിരിയുമോ ഇല്ലയോ, ഇനി അഭിരാമിയെ കുറിച്ചുള്ള യഥാർത്ഥ സത്യം തിരിച്ചറിയാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. ഇതുവരേക്കും ബൈ.